പണ്ടെങ്ങോ ദുർമരണപ്പെട്ട രണ്ട് ആത്മാക്കളെ ആവാഹിച്ചിരുത്തിയിരിക്കുന്ന സ്ഥലമാണ്. നാഗവല്ലിയും മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനാലകളുള്ള തെക്കിനിയും കടുത്ത നിറങ്ങളും മന്ത്രക്കളവും ഒക്കെ മലയാളിക്ക് മനഃപ്പാഠമാണ്. പ്രേതം കുടിയേറുന്ന ശരീരവും മന്ത്രവാദക്കളത്തിൽ ചൂരലുകൊണ്ട് അടിയേറ്റ് കഴിയുന്ന ബാധ കൂടിയ അനേകം മനുഷ്യരെയും മലയാള സിനിമ എന്നോ കണ്ടു കഴിഞ്ഞതാണ്. ഇന്നും പലയിടങ്ങളിലായി അതിന് ആവർത്തനവും സംഭവിക്കുന്നുണ്ട്. പഴയ ഹൊറർ ചിത്രങ്ങളുടെ ആവിഷ്കാരവും മേക്കിങ്ങും കണ്ട് തലതല്ലിച്ചിരിക്കുന്ന ഒരു തലമുറ കാലത്തിൻ്റെ പതിവാണ്. എന്നാൽ അവിടേക്കാണ് കാണുന്ന ഓരോ കാഴ്ചയിലും പുതിയ കഥയും കണ്ടെത്തലും നൽകുന്ന ഒരു ക്ലാസിക് ചിത്രം അതിൻ്റെ പ്രായത്തിനെ മറികടന്ന് അത്ഭുതപ്പെടുത്തുന്നത്. മണിച്ചിത്രത്താഴിനെ സ്റ്റാർ കാസ്റ്റ് കൊണ്ടോ നൊസ്റ്റാൾജിയുടെ അസ്കിത കൊണ്ടോ അല്ല ടൈംലെസ് ക്ലാസിക് എന്ന് വിളിക്കുന്നത്. അതിഗംഭീരമായ തിരക്കഥയും ആ തിരക്കഥയോട് അങ്ങേയറ്റ നീതി പുലർത്തിയ സംവിധാനവുമാണ് മണിച്ചിത്രത്താഴിൻ്റേത്. പുരാതന വസ്തുക്കളോട് ഇഷ്ടമുള്ള ഗംഗയും അവളുടെ നകുലേട്ടനും മാടമ്പള്ളി തറവാട്ടിലേക്ക് എത്തുന്നതോടെ അവിടെ പൂട്ടിക്കിടക്കുന്ന തെക്കിനിയിലേക്ക് ചേക്കേറി പോകുന്ന പ്രേക്ഷകർ. എന്നോ ഒരു കാലത്ത് ജീവിച്ച് അപമൃത്യു വരിച്ച നർത്തകിയായ നാഗവല്ലി എന്ന സ്ത്രീയുടെ പ്രേതത്തെക്കുറിച്ചുള്ള അതിഗംഭീരവും അനായാസവുമായ ബാസുര കുഞ്ഞമ്മയുടെ നരേറ്റിങ്ങിലാണ് കടുത്ത ചായക്കൂട്ടുകളുള്ള മാറാല തിങ്ങിയ മുറിയിലേക്ക് പ്രേക്ഷകർ കടന്നു ചെല്ലുന്നത്. നിറം മങ്ങിയ വലിയൊരു ഛായാചിത്രത്തിലെ നാഗവല്ലിയെ നോക്കി അന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുന്നത് ഗംഗ മാത്രമല്ല, അവരോടൊപ്പം കടന്നുകൂടിയ പ്രേക്ഷകർ കൂടിയായിരുന്നു. പഴമയും അന്ധവിശ്വാസങ്ങളും മലയാള സിനിമയിൽ ആദ്യമല്ല. എന്നാൽ അവിടെ അതിനെ വെല്ലുവിളിച്ചെത്തുന്ന ഡോക്ടർ സണ്ണി അന്നുവരേക്കും മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ പൊളിച്ചെഴുത്തുകളിലൊന്നാണ്. എന്താണ് മണിച്ചിത്രത്താഴിനെ വേറിട്ട് നിർത്തുന്നത്? ഗംഗയാണ് നാഗവല്ലി എന്ന് മനസ്സിലാക്കി വീണ്ടും ഒരു തവണ കൂടി ആ സിനിമ കാണുന്നവർക്ക് അത് പതുക്കി വെച്ചിരിക്കുന്ന അത്ഭുതമാണ് മണിച്ചിത്രത്താഴിനെ ടൈംലെസ് ക്ലാസിക് ആക്കുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. രാത്രിയിൽ വേലക്കാരി എന്തോ കണ്ട് പേടിച്ചു എന്ന് പറഞ്ഞ് വാതിൽ തട്ടി വിളിക്കുമ്പോൾ ആദ്യം ഉണരുന്ന ഗംഗയുടെ മുഖം ശ്രദ്ധിക്കുക. അവിടെ ആദ്യം ഉണരുന്നത് ഗംഗയല്ല, നാഗവല്ലിയാണ്. നകുലൻ സംസാരിച്ചുകൊണ്ടിരിക്കെ ക്ലോക്കിലേക്ക് വന്നു വീഴുന്ന കല്ല് ശ്രദ്ധിക്കുക. തൊട്ടു മുമ്പത്തെ സീനിൽ ഗംഗ സാരത്തുമ്പിൽ എന്തോ മറച്ചു പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഉറങ്ങുന്നില്ലേ എന്ന് അന്വേഷിക്കാൻ സണ്ണിയുടെ മുറിയിലേക്ക് എത്തുന്ന ഗംഗയും നകുലനും തിരിച്ചു നടക്കുമ്പോൾ പുറകിൽ കൈകെട്ടി നടന്നു പോകുന്ന ഗംഗയിൽ അന്നേരം നാഗവല്ലിയെ പ്രേക്ഷകന് കാണാൻ സാധിക്കും. അങ്ങനെ അനവധി നിരവധി ബ്രില്യൻസുകൾ. രൺബീർ കപൂറിന്റെ റോയ് എന്ന ചിത്രത്തിൽ ഒരു ഡയലോഗുണ്ട്, ഹം ഇൻസാൻ ഹമേഷ കിസി ഓർ കി സിന്ദഗി ചുരാക്കെ ജീനാ ചാത്തെ യെ ഫിത്രത്ത് ഹേ ഹമാരി എന്ന്. നമ്മൾ മനുഷ്യർക്ക് എപ്പോഴും മറ്റൊരു മനുഷ്യന്റെ ജീവിതം മോഷ്ടിച്ച് ജീവിക്കാനുള്ള ആഗ്രഹമാണ് ഏറെ. അത് നമ്മുടെ സ്വഭാവമാണെന്നാണ് അതിനർത്ഥം. അത് തന്നെയാണ് ഇവിടെയും. എപ്പോഴും ഇയാളെ പോലെ ആയെങ്കിൽ അല്ലെങ്കിൽ അയാളെ പോലെ ജീവിക്കാൻ സാധിച്ചെങ്കിൽ എന്ന് നിരന്തരം ചിന്തിക്കുന്ന നമുക്ക് ഗംഗ അത്രയേറെ അപരിചിതയല്ലാതാവുന്നത് ഈ കോമൺ ഫാക്ടറിലാണ്. മണിച്ചിത്രത്താഴിന്റെ പല പുനർവായനകളിൽ ഏറ്റവും ത്രില്ലടിപ്പിച്ച ഒരു കണ്ടെത്തലിനെ കുറിച്ച് കൂടി ഇവിടെ പറയട്ടെ. ശ്രദ്ധാപൂർവം കർണശബ്ദം കഥകളി കേട്ടുകൊണ്ടിരിക്കുന്ന ഗംഗ ഞൊടിയിടയിൽ അവൾ ആൾക്കൂട്ടത്തിൽ നിന്നും അപ്രത്യക്ഷയാവുകയാണ്. എന്താണ് കാരണം? കർണശബ്ദം കഥകളി എന്നത് കുരുക്ഷേത്ര യുദ്ധത്തിന് പുറപ്പെടുന്ന ദുര്യോധനനോട് ഭാര്യയായ ഭാനുമതി പരിഭവം പറയുന്നതാണ്. ആ സന്ദർഭത്തിൽ ദുര്യോധനൻ ശൃംഗാരഭാവത്തിലാണ്. അത് കാണുന്ന ഗംഗ അവിടെ രാമനാഥനെ സങ്കല്പിക്കുന്നു. അവൾ അവിടെ ട്രിഗർ ചെയ്യപ്പെടുന്നു. ശൃംഗാരഭാവത്തിലുള്ള ദുര്യോധന വേഷം മനസ്സിലുള്ളത് കൊണ്ട് കൂടിയാണ് ഗംഗ അവിടെ ഒരു ബലാത്സംഗ നാടകം നടത്തുന്നതും. മാത്രമല്ല കർണശബ്ദം കഥകളി പദത്തിൽ ഇടയ്ക്ക് ആഹിരി രാഗവും കടന്നു വരുന്നുണ്ട്. മണിച്ചിത്രത്താഴിൽ നാഗവല്ലി അവതരിപ്പിക്കുന്നത് ആഹിരി രാഗത്തിലാണ്. കർണാട്ടിക് സംഗീതത്തിലെ 14ാം മേളകർത്ത രാഗമായ വാകുളാഭരണത്തിന്റെ ജന്യരാഗമാണ് ആഹിരി. ശോകരസപ്രധാനമായ രാഗം. വിഷാദമാണ് അത് തരുന്നത്, ഏതാണ്ട് നാഗവല്ലിയെ പോലെ തന്നെ. കേൾക്കുന്നവന് അതിൽ പഴക്കം അനുഭവപ്പെടും, അതുപോലെ തന്നെ വിഷാദവും. കാവൂട്ട് എന്ന കവിതാ പുസ്തകം മാടമ്പള്ളിയിലേക്ക് വരും മുമ്പേ തന്നെ ഗംഗ വായിച്ചിട്ടുണ്ട്. മഹാദേവൻ എന്ന എഴുത്തുകാരൻ എത്രത്തോളം അവൾക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് വരുവാനില്ലാരും എന്ന ഗാനത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അല്ലി മഹാദേവനെ കുറിച്ച് ആദ്യമായി പറയുമ്പോൾ എക്സൈറ്റഡ് ആവുന്ന ഗംഗയെയും ഫ്രെയിമിൽ കാണാം. നാഗവല്ലിയല്ല, മറിച്ച് ഗംഗയ്ക്ക് മഹാദേവനോടുണ്ടായ പ്രണയമാണ് മണിച്ചിത്രത്താഴ് എന്നും ക്ലൈമാക്സിൽ എനിക്ക് നകുലേട്ടൻ്റെത് മാത്രമാകാൻ കൊൽക്കത്ത തന്നെയാണ് നല്ലത് എന്ന് പറയുന്ന ഗംഗ മാടമ്പള്ളിയിൽ നിന്നാൽ തന്നെ ആ സ്നേഹത്തിൽ നിന്ന് എന്തിനെങ്കിലും വ്യതിചലിപ്പിക്കാൻ സാധിക്കുമെന്ന് ഭയക്കുന്നുണ്ട് എന്നും പലരും മണിച്ചിത്രത്താഴിനെ വായിക്കുന്നുണ്ട്. പല വശങ്ങളിൽ നിന്ന് നോക്കെ പല രൂപം കൈക്കൊള്ളുന്ന കഥ. അനുവാചകത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് നിങ്ങൾക്ക് ഈ സിനിമയെ പല തലങ്ങളിലായി വായിച്ചെടുക്കാം. മണിച്ചിത്രത്താഴ് എന്ന പേര് തന്നെ സിംബോളിക്കാണ്. സിനിമയുടെ ആദ്യ ഭാഗത്ത് ഉണ്ണിത്താൻ ചേട്ടൻ മാടമ്പള്ളിയിൽ കളഞ്ഞിട്ട് പോരുന്ന ആ താക്കോൽ പ്രേക്ഷകന് വേണ്ടിയുള്ളതാണ്. ചന്തുവിനെ കൊണ്ട് പുതിയ താക്കോൽ പണിയിപ്പിച്ചു എന്ന് പറയപ്പെടുമ്പോൾ ഉലയിൽ നിന്നും പൊങ്ങി വരുന്ന ആ താക്കോൽ തെക്കിനിയല്ല,
പകരം കാലാകാലങ്ങളായി മാറാല കയറി തുടങ്ങിയ ഗംഗയുടെ മനസ്സിലേക്കുള്ള വാതിലാണ് തുറന്നു കൊടുക്കുന്നത്. മണിച്ചിത്രത്താഴ് മധുമുട്ടം എന്ന തിരക്കഥാകൃത്തിന്റെ മാഗ്ന ഓപ്പസ് എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു തിരക്കഥയാണ്. 2013 IBN ലൈവ് ഇന്ത്യയിൽ നടത്തിയ ഒരു ഓൺലൈൻ വോട്ടെടുപ്പിൽ മണിച്ചിത്രത്താഴ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ 2ാമതായി പ്രേക്ഷകർ തിരഞ്ഞെടുത്തിരുന്നു. പ്രദർശനത്തിനെത്തി 20 വർഷങ്ങൾക്കിപ്പുറവും ഓരോ വർഷവും ഉയർന്നു മാത്രം കാണുന്ന TRP റെക്കോർഡും മണിച്ചിത്രത്താഴിന് സ്വന്തമാണ്. 4K ദൃശ്യമികവിൽ മലയാളത്തിലെ എണ്ണം പറഞ്ഞ അഭിനേതാക്കളുടെ അതിഗംഭീര പെർഫോമൻസുകൾ സ്ക്രീനിൽ തെളിഞ്ഞു വരുമ്പോൾ പുതിയതെന്തൊക്കെ അനുവാചകന് മണിച്ചിത്രത്താഴിൽ കണ്ടെത്താൻ കഴിയുമെന്നതാണ് ആകാംക്ഷ.